മോർണിംഗ്. മാർക്കറ്റിൽ ഇതുപോലുള്ള ന്യൂസുകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് വാറുമായിട്ടുള്ള ന്യൂസുകളോ അല്ലെങ്കിൽ മറ്റുള്ള കമ്മോഡിറ്റി സ്റ്റോക്സ് ആയിട്ടുള്ള ന്യൂസുകൾ വരുമ്പോഴൊക്കെ മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് എടുത്ത് പറയേണ്ട കേസ്, യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, അപ്ഡേറ്റഡ് ആയിരിക്കും. നമുക്ക് നോക്കേണ്ടത് ബ്രണ്ട് ക്രൂഡിൻ്റെ റേറ്റാണ്. നമ്മൾ ആ ക്രൂഡിൻ്റെ റേറ്റ് നിൽക്കുന്നത് 75.83. ഓക്കെ, 75.83 നമ്മൾ നിൽക്കുന്നത്. വലിയ വിഷയം തോന്നുന്നില്ല. അത്രയും 72 ഉണ്ടായിരുന്നു, 3 പോയിൻ്റ് കയറിയിട്ടുള്ളൂ. വലിയ തന്നെയാണ് എങ്കിലും ഈ ലെവൽ ഓൾറെഡി ഓപ്പൺ ഹൈ എടുത്തതാണ്. ഞാൻ നമ്മൾ മാർക്കറ്റ് ഇന്ന് കാലത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഹൈ അവിടെ എടുത്തു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പ് എടുക്കുമെന്നുള്ളത് പല ന്യൂസിനെ ബേസ് ചെയ്തിരിക്കും. ഒരു മാടി ഇപ്പോൾ 75% നമുക്ക് പറയാം പോസിറ്റീവായിട്ടാണ് കളിക്കുക. എന്നാൽ ക്രൂഡ് വില കയറുമെന്നുള്ള ലെവലിൽ ബൈ എടുക്കുന്നവരെ സംബന്ധിച്ച് പോസിറ്റീവായി തന്നെ പോകാം. പക്ഷേ ഒരു കോഷ്യസ് അപ്രോച്ച് വേണമെന്ന് മാത്രം. കാരണം ഈ ഓയിൽ ഏകദേശം ഒരു 4 months എല്ലാവരുടെ കയ്യിലും സ്റ്റോക്ക് ഉണ്ടാവും, പല ഗവൺമെൻറ്റിലും. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ആദ്യമൊന്നും ഒരു 5-6 ദിവസമൊന്നും അതിൻ്റെ എഫക്റ്റൊന്നും മാർക്കറ്റിൽ വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ഓപ്പറേഷണലി ക്രൂഡ് ഓയിൽ ഒരു ദിക്കിലേക്കും മൂവ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇറാൻ്റെ ഇഷ്യൂസ് കാരണം മറ്റുള്ള ഏരിയകളിലേക്ക് ക്രൂഡ് ഓയിൽ കിട്ടാതിരിക്കും എന്നുള്ള ന്യൂസിൻ്റെ പുറത്താണ് ഇത് കയറിയിരിക്കുന്നത്. ഈ ന്യൂസിൻ്റെ പുറത്ത് കയറുന്നതാണെങ്കിൽ അത് പെട്ടെന്നെങ്ങനെ വല്ല ഗുഡ് ന്യൂസ് വരികയാണെങ്കിൽ താഴ്ത്തിക്ക് വരും. എന്തായാലും ഇല്ലാതിരിക്കാനാണ് ചാൻസ്. ശ്രദ്ധിക്കാം. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. പ്രോഫിറ്റ് ബുക്കിംഗ് വളരെ മുമ്പിലേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്തെ മൂവ്മെൻറ്റ് കണ്ട്. സോ 80 വിടുകയാണെങ്കിൽ ഗെയിം മാറും, സ്പീഡും കൂടും. 80 കയറുകയാണെങ്കിൽ സ്പീഡും കൂടും, ഭയങ്കര ഗൗരവമായിട്ട് വരും. 80ക്ക് മുകളിലേക്ക് പോയി സ്പീഡും കൂടും. ഇവിടെ ഈ 75-80 ഉള്ള സ്പീഡ് ഒരു ആവറേജ് സ്പീഡിൽ നിൽക്കും. 75-80 ഈ റേഞ്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ 80 കട്ട് ചെയ്യാൻ പിന്നെ അങ്ങനെ പോകുന്നത് എത്രയാണെന്നും പറയാൻ പറ്റില്ല. 140 പലരും പറയുന്നുണ്ട്, 100-140. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. അടുത്തത് അതിൻ്റെ ചെറിയ ചാർട്ട് ടെക്നിക്കൽ പറയുമ്പോഴും നിങ്ങൾക്ക് എടുത്ത് നോക്കി കാണാം. ഒരു ഡെയിലി ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഡെയിലി ചാർട്ട് പോസിറ്റീവാണ്. നോക്കൂ, 5 മിനിറ്റ്സും 50 മിനിറ്റ്സൊക്കെ വേണ്ട, അതിൽ അപ്പ് ആൻഡ് ഡൗൺസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങും വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എന്തായാലും ഇത് പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി അടുത്തത് ഇത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും, പലർക്കും അറിയുന്നില്ലെങ്കിൽ നമുക്ക് MCX-ൽ ക്രൂഡ് നമുക്ക് ചെയ്യാവുന്നതാണ്. ആ ക്രൂഡ് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളാണ്. അതിൽ നമുക്ക് ഓപ്ഷൻസും അവൈലബിളാണ്. ഓക്കെ, ഓപ്ഷൻസും അവൈലബിളാണ്. അപ്പോൾ സുഖമായിട്ട് റിസ്ക് ഇല്ലാണ്ട് ട്രേഡ് ചെയ്യാവുന്ന സൗകര്യം ഓപ്ഷൻസിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഗോൾഡിലും അട്രാക്ഷൻ കണ്ടു. ഗോൾഡും സെയിം കേസ് തന്നെയാണ്. എന്നുണ്ടെങ്കിൽ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് അക്ഷയാവസ്ഥ അല്ലെങ്കിൽ ആ അൺസർട്ടനിറ്റി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗോൾഡ് കയറും. വളരെയധികം കയറിയെന്നൊന്നും പറയാനില്ല. ഇന്നത്തെ ദിവസം കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ന്യൂസാണല്ലോ, ഇതാണ് പിടിക്കുക ബെസ്റ്റ്, ഇതാണ് പിടിക്കുക എന്ന് പറയുമ്പോൾ ഉള്ളൊരു മൂവ്മെൻറ്റ് ഗോൾഡിൽ വന്നു. എന്നാൽ സിൽവറിൽ അത്രയും വന്നിട്ടുമില്ല. ഓക്കെ, സിൽവറിൽ വന്നിട്ടില്ല. അടുത്തത് ക്രൂഡിൻ്റെ കുറച്ച് ഐഡിയാസാണ് പറയുന്നത്. ക്രൂഡ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 80 കട്ട് ചെയ്ത് പോകേണ്ടതായിരുന്നു. പക്ഷേ 81 സംതിങ് പോയതിനു ശേഷം തിരിച്ച് 75ലേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. ജസ്റ്റ് ഒന്ന് ഞാനിതെല്ലാം അറിഞ്ഞിരിക്കുന്നു പറഞ്ഞറിയാം. ഓൾറെഡി നമ്മളെ ആക്റ്റീവായുള്ള ക്ലയൻസൊക്കെ എല്ലാം അറിഞ്ഞിരിക്കും. നമ്മൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പറയാവുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനിയും പറയുന്നു, 80-80യുടെ മുകളിൽ പോവുകയാണെങ്കിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. ഇതിൽ ഷോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ ബൈ ചെയ്യുന്നവരായിക്കോട്ടെ സ്റ്റോപ്പ് ലോസ് 80 വെച്ച് നമുക്ക് ബൈയും സെല്ലും ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഓക്കെ, 2 ചൈനയ്ക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. ചൈനയുടെ ഒരു കപ്പൽ ഇന്നലെ രാത്രി അതോടെ കടന്നും പോയി. ചൈനേനെ അവർ സുഖമായിട്ട് കടത്തി വിട്ടു. അപ്പോൾ ചൈനയ്ക്ക് ആ സൗകര്യം കൊടുക്കുന്നുണ്ട്. ഒമാൻ വഴി പൈപ്പ് ലൈൻ ഉണ്ട്, കടലിലേക്കുള്ള പൈപ്പ് ലൈൻ ഒമാൻ വഴിയും 2 സ്ഥലം വഴി വേണമെങ്കിൽ പെട്രോൾ കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒപെക് പ്രൊഡക്ഷനും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നു.
അതവിടെ കഴിഞ്ഞു. അപ്പോൾ ഇതും ഒരു ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കും കേട്ടോ. എങ്ങനെ ഒരു ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചെയ്യുന്നവർ ക്രൂഡിൻ്റെ ഓപ്ഷൻ ട്രേഡിങ് എടുത്ത് ചെയ്യുക. ഓപ്ഷൻ ട്രേഡിങ് ക്രൂഡിൻ്റെ അടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് തൊട്ടടുത്ത അല്ല അടുത്ത മാസത്തേക്ക് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അതിലവിടെ ഇതിൻ്റെ കൂടുതലൊന്നും അതിൽ വലിയൊരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ആ ഒരു ഭാഗം തന്നെയാണ് ഗോൾഡിൽ സംഭവിക്കുന്നത്. ഇത് കൃത്യം ഗോൾഡിലും ആ മൂവ്മെൻറ്റ് ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ നിന്നു. സിൽവറിൽ പ്രത്യേകിച്ച് മൂവ്മെൻറ്റും വന്നില്ല. അപ്പോൾ ഇന്ന് നമുക്കിത് അടുത്തത് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നു ഈ നമ്മളെ ഹോർമൂസ് കടലെടുക്ക് ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടില്ല, ഞാൻ തുറന്നു കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇന്നലെ രാത്രി കൊണ്ട് ഇത് പറയാൻ മാത്രം സമാധാനം ഇറാന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ ഒരു ഇന്നലെ രാത്രി ഒരു സമാധാനം ഇറാന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊരു എന്താ പറയുക ഫ്രഷ് ആക്റ്റീവായിട്ടുള്ളൊരു ഫൈറ്റൊന്നും ഇതിൽ കാണുന്നില്ല രണ്ട് സൈഡിൽ നിന്ന്. ഇറാന് ചെയ്യാവുന്നത് ലോക്കൽ ഫയറിംഗ് ആണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം ഇവരെ കമാൻഡറേറ്റുകളെ ഓരോ കമാൻഡർമാരെയും കൊല്ലാനും അവിടെ ഇൻറ്റേർണൽ ലഹള ഉണ്ടാക്കി അവിടെ ഗവൺമെൻറ് താഴെടുക്കാനും യു എസിന് കുറച്ച് സമയം വരും. അപ്പോൾ യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യത കൂടി. യുദ്ധം നീണ്ടുപോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വളരെ ആരും പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ ഈ ക്രൂഡ് മാത്രമാണ് എല്ലാവരും പറഞ്ഞത്. ക്രൂഡ് മാത്രമൊന്നല്ലല്ലോ പ്രധാനപ്പെട്ടത്. ക്രൂഡ് അറിയാം, എല്ലാവർക്കും അറിയാം. ക്രൂഡിന് വില കൂടിയ മാർക്കറ്റ് താഴെ വീഴും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 80 മുകളിൽ കഴിഞ്ഞാൽ കൂടുതൽ വീഴുന്നു. അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ബിസിനസ്സിന് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ GCC കടലിലേക്ക് പോകുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറി അല്ലെ വെജിറ്റബിൾസ്, അതിൻ്റെ ബിസിനസ് ഫുൾ ഡള്ളാവും. ഓക്കെ, നമുക്കാണല്ല നഷ്ടം. ചൈനയ്ക്കും നമുക്കൊക്കെയാണ്. യൂറോപ്പിന് എന്ത് പ്രശ്നം, അമേരിക്ക എന്ത് പ്രശ്നം? നമ്മളുടെ ITC ആയിക്കോട്ടെ, FMCG, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതി, FMCG സെക്ടറിന് നെഗറ്റീവ്. ഓക്കെ, ഓട്ടോ സെക്ടറിന് നെഗറ്റീവ്. ഇത് ലോങ് ടൈമിലേക്കാണ് പോകുന്നത്. ഓട്ടോ സെക്ടറിന് FMCGക്ക് നെഗറ്റീവ് സെക്ടറിലേക്കാണ് പോകുന്നത്. നമ്മളുടെ പ്രൊഡക്റ്റുകൾ പോയില്ലെങ്കിൽ നമ്മുടെ നഷ്ടം, മീൻ ഐറ്റംസുകൾ അല്ലെങ്കിൽ ഫിഷ് ഐറ്റംസുകൾക്ക് ഉണ്ടാകുന്ന നഷ്ടം, ഫിഷ്, ഇതൊക്കെ ഫ്രോസ്റ്റഡ് ഫിഷുകൾ. അപ്പോൾ ആ ഫിഷുകളുണ്ടാകും, ആ കമ്പനികൾക്ക് നഷ്ടം. അപ്പോൾ ടോട്ടലി നമുക്ക് എല്ലാം നഷ്ടങ്ങളിലേക്കൂടെ പോകുന്ന ഈ മാർക്കറ്റ് പിന്നെ തിരിച്ച് കയറാൻ സമയമെടുക്കും എന്നുള്ളതാണ് വീണ്ടും ഞാൻ പറയുന്നത്. ഈ യുദ്ധം അങ്ങനെ കടുംപിരി കൊള്ളുകയാണെങ്കിൽ. പക്ഷേ ഇതിലൊരു ചെറിയ കാര്യം പറയട്ടെ, എങ്ങാനും യുദ്ധം ഇങ്ങനെ നടന്നു പോകണു, നമ്മളുടെ കപ്പലുകളൊക്കെ പോയി പ്രൊഡക്റ്റുകളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് അറിയുകയാണെങ്കിൽ പിന്നെ എന്തിൻ്റെ പ്രശ്നം? അതും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക ക്ലോസ്. ഒരു ക്രൂഡ് മാത്രമൊന്നല്ല, നമ്മളുടെ എക്സ്പോർട്ടും മോശമാവുന്നുള്ള കാര്യം സംശയമില്ല. ഇനി വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങൾ പറയുകയാണെങ്കിൽ, വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത് അതിൽ വരുന്നതാണ് ഹോട്ടൽസ്. നമുക്കറിയാം ഹോട്ടലുകളുടെ ബിസിനസ് കുറയും അല്ലേ? അപ്പം ഹോട്ടൽ, അതുപോലെ നമ്മുടെ ഇവിടുത്തെ എയർ എന്ന് പറയുന്നത് നമ്മളെ ഇവിടുത്തെ പാസഞ്ചർ എയർ കമ്പനികൾ, അവർക്ക് നഷ്ടത്തിലാവും അവർ. ഓക്കെ, കാരണം അത്രയും വലിയൊരു ഏരിയ കവർ ചെയ്യുന്നത് നമ്മൾ ഏഷ്യ മുഴുവൻ കയറുന്ന ഏരിയയിലേക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ ടൂറിസം ഇതൊക്കെ ഇന്ത്യയുടെ പറഞ്ഞതൊക്കെ അവിടെയും നഷ്ടപ്പെടുന്നുണ്ട്. എങ്കിൽ തന്നെ പറയുക, നമുക്ക് അവരുടെ കാര്യം അറിയേണ്ട കാര്യമില്ല. ടൂറിസം, ഈ സെക്ടർ മുഴുവൻ മോശമാകുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തിരിച്ചു കയറി പോകുമെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇതൊന്നും നേരെയാവാണ്ട് നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് കയറാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഓരോ ഹൈക്കും ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് സപ്പോർട്ട് കൂടി കയറുന്ന അപ് ട്രെൻഡ് ആവാം. അതല്ലെങ്കിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് അപ് ട്രെൻഡ് ചെയ്യാം. അപ്പോൾ ഹൈയിൽ വരുമ്പോൾ മാത്രം സെല്ല് ചെയ്യുക, ലോ വരുമ്പോഴുള്ള സെല്ലിങ് ഒഴിവാക്കുക. എനിക്കിത് പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹൈയിൽ വെച്ച് നിങ്ങൾ സെല്ല് ചെയ്യാണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാർട്ടി ട്രേഡല്ല, ഒരു മിനിമം ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ ഹൈയിൽ വരുമ്പോൾ സെല്ല് ചെയ്യരുത്, ലോ വരുമ്പോൾ ബൈ ചെയ്യുക, ഹൈയിൽ സെല്ല് ചെയ്യുക. ഈ ഒരു സിസ്റ്റം നിങ്ങളെപ്പോഴും നന്നായിട്ട് ഹൈയിൽ തോന്നുമ്പോൾ നമുക്ക് തോന്നി ഇനിയും കയറി പോകുന്നു, അവിടെ വെച്ച് തീരും. അപ്പോൾ ലോയിലെപ്പോഴും മാർക്കറ്റ് വല്ലാണ്ട് പൊട്ടിയെന്ന് തോന്നും, അയ്യോ ഇത്രയൊന്നും കയറുന്നില്ല നിങ്ങളെപ്പോൾ വിചാരിക്കുന്നു, അപ്പോൾ നിങ്ങൾ ബൈ എടുത്തോ. അപ്പോൾ നിങ്ങൾ ഹൈയിലെത്തി നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും ഹൈയിൽ നിന്ന് ബൈ എടുക്കാതിരിക്കുക, സെല്ല് ചെയ്യുക. കാരണം മാർക്കറ്റ് ഇങ്ങനെ ഈ ഫ്ലക്ച്വേഷൻ ഇത് ഒരു ഷോർട്ട് ടൈം ലെവലിൽ തന്നെ ചിലപ്പോൾ വരാം. ഓരോ കമ്പനിക്കുള്ള നഷ്ടങ്ങൾ ഇനി കണ്ടെത്തി പിടിക്കേണ്ടതാണ്. നമ്മളെ FMCGക്കൊക്കെ ഭയങ്കര കേട് തന്നെയായിരിക്കും.
അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. നെഗറ്റീവാണ്. നമ്മളെ ഏറ്റവും അടുത്തുള്ള രാജ്യമാണ്. ക്രൂഡ് ഓയിലിൻ്റെ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെല്ലിങ് വരാം. ഇതൊക്കെ തന്നെ 80 ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മളെ വേറെ ഒരുപാട് കമ്പനികളെ ഇത് ബാധിക്കും. FMCGയിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ FMCG സ്റ്റോക്സാണ് നമ്മളിപ്പോൾ സ്ട്രെങ്ത്തായിട്ട് നിൽക്കുന്നത്, അതിലടി ഉണ്ടാവാം. ഓക്കെ, FMCG അടിക്കുമ്പോൾ ബാങ്കിന് അടി വരാം. അപ്പോൾ ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, കണ്ടിന്യൂസ് പ്രോസസ്സിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് നല്ല ട്രേഡിംഗ് ഗ്രൗണ്ടാണ്, ബെസ്റ്റ് ട്രേഡിംഗ് ഗ്രൗണ്ടാണ്. ആൾക്കാർക്ക് ഫ്ലക്ച്വേഷൻ കിട്ടേണ്ട ട്രേഡിംഗ് ഗ്രൗണ്ടിൽ പല ആൾക്കാരും മാർക്കറ്റിൽ ക്യാഷ് പോയതിന് ശേഷം അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. പക്ഷേ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും പറഞ്ഞ പരിപാടിയല്ല ട്രേഡിങ്. പലരും ആദ്യം ഒന്ന് പേടിച്ചു പോകും, അല്ലെങ്കിൽ കുറച്ച് കാശ് പോകുമ്പോഴേക്കും അവർ വയ്യാണ്ടായി നിർത്തി പോകും. പക്ഷേ നല്ല സമയം അവർക്ക് വരുമ്പോൾ അവരോട്ട് ട്രേഡിങ് ചെയ്യില്ല. ഇതാണ് ഒരു കഷ്ടം മാർക്കറ്റിൽ. അവരതിൽ ക്യാഷ് ഉണ്ടാകുമ്പോൾ അവർ ട്രേഡ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഇങ്ങനൊരു ഫ്ലക്ച്വേഷൻ കിട്ടില്ല. ഇവിടെയൊക്കെ എന്ത് സാധനം ഒന്ന് സെൽ ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾ 1000-2000 കൈ കിട്ടാൻ അധികം സമയം വേണ്ട. അപ്പോൾ ശ്രദ്ധിക്കുക, മാർക്കറ്റ് നല്ല ഫ്ലക്ച്വേഷൻ ട്രെൻഡാണ്. ട്രേഡ് ചെയ്യാൻ പറ്റിയ സമയമാണ്, സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സുകളാണ് നമുക്ക് എപ്പോഴും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, താങ്ക് യു.